നമ്മൾ പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ യൂസിങ് അറേ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പോളിനോമിയൽ അഡീഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതാണ് കാണിച്ചിരിക്കുന്നത്. 7x⁴, 3x², 2x+4. ഇനി അതിനെ നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. കാര്യം ഒരു ടേം എടുത്താൽ അവിടെ ഒരു കോഎഫിഷ്യൻറ്റും ഒരു എക്സ്പോണൻറ്റും ഉള്ളതുകൊണ്ട് അതിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വേണം. ആ ഒരു മൊത്തത്തിലുള്ള 7x⁴ നമ്മൾ ഒരു സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ 3x² ഒരു സ്ട്രക്ചറിനകത്ത് സ്റ്റോർ ചെയ്യും. 2x കോഎഫിഷ്യൻ്റ് എക്സ്പോണൻ്റായിട്ട് സ്റ്റോർ ചെയ്യും. 4 കോഎഫിഷ്യൻ്റ് എക്സ്പോണൻ്റായിട്ട് സ്റ്റോർ ചെയ്യും. 4ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന 4ഉം എക്സ്പോണൻ്റ് x⁻0 ആയതുകൊണ്ട് എക്സ്പോണൻ്റ് 0 ആയിരിക്കും. അപ്പോൾ അതിനെ ഫുള്ള് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു കോഎഫിഷ്യൻ്റ് ഒരു എക്സ്പോണൻറ്റും കാണിച്ചിരിക്കും. ഇപ്പോൾ ഒരു പി എടുത്തു, അവിടെ സ്റ്റോർ ചെയ്യുന്നത് ഈ 7ഉം 4ഉം ആണ് അവിടെ സ്റ്റോർ ചെയ്യത്തുള്ളൂ, ഈ ഒറ്റ പിക്കകത്ത്. പക്ഷേ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യണം? നമുക്ക് ഈ മൊത്തം പോളിനോമിയൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ മൊത്തം പോളിനോമിയൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഒരു അറേ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതാണ് ആ P10 എന്ന് പറഞ്ഞാൽ ഈ 7x⁴ P1 സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ P0 സ്റ്റോർ ചെയ്യും. 3x² എന്ന് പറയുന്നത് 1 ലൊക്കേഷനിൽ, അതായത് ഈ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ നമുക്ക് 10 ടേം വരെ ഒരു പോളിനോമിയലിൻ്റെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫുള്ള് ഇവിടെ കാണിച്ചേക്കുവാണ്. 7, 4, 3, 2, 2, 1, 4, 0. 0th ടേമാണ് ഈ 7x⁴. അങ്ങനെ കറസ്പോണ്ടിങ് ബാക്കിയുള്ള എല്ലാ ടേംസും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു സ്ട്രക്ചറിൽ ഡിക്ലെയർ ചെയ്യുന്നു, എന്നിട്ട് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എടുക്കുന്നു. എന്നാലാണ് ഒരു ഫുൾ പോളിനോമിയലിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ടേം ഒരു സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ 5 ടേം ഉണ്ടെങ്കിൽ അതിന് ഒരു അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്താലാണ് നമുക്ക് 5 ടേംസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ പോളിനോമിയലാണ് 5x³ + 4x². അപ്പോൾ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 3 ഇതുണ്ട്. നമ്മുടെ കയ്യിൽ 3 അറേയുണ്ട്. അതായത് P1, P2, P3. P1, P2, P3. എന്തുകൊണ്ടാണ് 3 എണ്ണം? നമ്മുടെ P1 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പോളിനോമിയൽ സ്റ്റോർ ചെയ്യാനും, P2 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് പോളിനോമിയൽ സ്റ്റോർ ചെയ്യാനും, P3 നമ്മുടെ തേർഡ് പോളിനോമിയൽ എന്തായിരിക്കും? നമ്മുടെ റിസൾട്ട് വരും. ഈ 7x⁴ ആ ഫുൾ പോളിനോമിയലിനെയും 5x⁻³ എന്ന് പറയുന്ന തുടങ്ങുന്ന രണ്ടാമത്തെ പോളിനോമിയലിനെയും ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ മൂന്നാമതൊരു പോളിനോമിയലായിട്ട് കാണിക്കും. അതാണ് P3. ഇനി ഇതാണ് നമ്മുടെ ഒരു അറേ റെപ്രസെൻറ്റേഷൻ വെച്ച് കാണിച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നതിൽ നമുക്കറിയാം P1 ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ കോളം, P2 രണ്ടാമത്തെ പിക്ചറിൽ ഒരു കോളം, P3യിൽ നമ്മളിപ്പം ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുമ്പോൾ, നിങ്ങൾ കൈവച്ച് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ആദ്യം ഈ ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും കൂടെ നമ്മൾ നോക്കും. രണ്ടാമത്തെ പോളിനോമിയലും ഫസ്റ്റ് പോളിനോമിയലും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ടേം എടുക്കും. അതായത് 7x⁴ എടുത്തു. അത് രണ്ടാമത്തെ പോളിനോമിയലിലുള്ള ഒന്നുമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് അതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. സെയിം ആയിട്ടുള്ള എക്സ്പോണൻസ് ഉള്ളത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 7x⁴ എന്ന് പറയുന്നത് റിസൾട്ടിൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് അപ്പോൾ ശരിക്കും ഇനി നമ്മൾ 7x⁴ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിനി എന്ത് ചെയ്യും? 5x⁻³ ആണ് അടുത്ത ബിഗ്ഗസ്റ്റ് ടേം. അതിനെയും ആഡ് ചെയ്യാൻ P1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോളിനോമിയലിൽ ഒരു ടേം പോലും ഇല്ല. അപ്പോൾ ആ 5x³ നമ്മൾ അതേപോലെ തന്നെ എടുത്ത് റിസൾട്ടിൽ വെക്കും. പിന്നെ നോക്കുമ്പോൾ P1 P2 ഒരേ എക്സ്പോണൻ്റ് ഉള്ള 2 ടേംസ് ഉണ്ട്. അവരെ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്യും. 3 + 4 എന്ന് പറയുന്നത് 7. അതിനെ ആഡ് ചെയ്ത് മൂന്നാമത്തെ P3 സ്റ്റോർ ചെയ്യും. പിന്നെ 2x. അപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് പോളിനോമിയലിലുള്ള എല്ലാ ടേംസും തീർന്നു. അപ്പോൾ ഇനി സെക്കൻഡ് പോളിനോമിയലിലുള്ള എല്ലാ ടേംസും തീർന്നു. ഫസ്റ്റ് പോളിനോമിയലിൽ 2 എണ്ണം പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ അഡിഷൻ തീർന്നിട്ടില്ല. അപ്പോൾ ഈ 2 ടേമിനെയും കൂടെ അതേപോലെ എടുത്ത് റിസൾട്ടിൽ സ്റ്റോർ ചെയ്യും. അതാണ് നമ്മൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ കളറിൽ കാണാം, അതായത് അഡീഷൻ തുടങ്ങുവാണ്. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ P1 എക്സ്പോണൻസ് നോക്കും, P2 എക്സ്പോണൻറ്റ് നോക്കും. അപ്പോൾ ഫസ്റ്റ് ടേംസിൻ്റെ രണ്ടിൻ്റെയും ഫസ്റ്റ് ടേമിൻ്റെ
എക്സ്പോണൻസ് തമ്മിൽ മാച്ച് ആവുന്നില്ല. ഒന്നിൽ 4ഉം ഒന്നിൽ 3ഉം ആണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 എന്ന് പറയുന്ന ഒറ്റ ടേമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ടേമിനെ ബിഗ്ഗസ്റ്റ് ടേമുമാണ്, അതിനെ അതേപോലെ തന്നെ റിസൾട്ടിലേക്ക് എടുത്തു വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ആ ടേം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ P2-ലുള്ള ആ ടേമിനെ, അതായത് 5x⁻³ പിന്നെ നോക്കും ഫസ്റ്റ് പോളിനോമിയലിലുള്ള P1-ലുള്ള ആരെങ്കിലും ആയിട്ട് മാച്ച് ഉണ്ടോ, ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3ഉം, അപ്പോൾ നമ്മൾ P1 എന്ന് പറയുന്ന പോളിനോമിയലിൽ ഇരിക്കുന്നത് അടുത്ത എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. 3x² ആണ്. പക്ഷേ P2-ൽ ഇരിക്കുന്നതോ x³ ആണ്. അപ്പോഴും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആരാണ് ബിഗ്ഗസ്റ്റ് ടേം, P2-ലിരിക്കുന്നതാണ് ബിഗ്ഗസ്റ്റ് ടേം, അതിനെ എടുത്ത് അതേപോലെ തന്നെ P3-ലോട്ട് വയ്ക്കും. എന്നിട്ട് ഇനി നമ്മൾക്ക് 5x³ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അടുത്ത ടേമിലേക്ക് പോകും, P2-ലുള്ള അടുത്ത ടേമിലേക്ക് പോകും, 4x². എന്നിട്ട് എന്ത് ചെയ്യും, P1-ൽ നമ്മൾ പ്രോസസ്സ് ചെയ്യാതിരിക്കുന്ന ഒരു ടേം ആണല്ലോ 3x². ഇനി അവർ തമ്മിൽ മാച്ച് ചെയ്യും, അതായത് 3x²ഉം 4x² കൂടെ മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ രണ്ട് പേരുടെയും എക്സ്പോണൻറ്റ് സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. അതാണ് അതിൽ രണ്ടിനെയും കൂടെ 2 ആരോ വരുന്നത്, അതുകൊണ്ടാണ്. അതിന് രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് മൂന്നാമത്തെ പോളിനോമിയൽ P3-ൽ സ്റ്റോർ ചെയ്യും. എക്സ്പോണൻറ്റ് 2 തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പോളിനോമിയലിൽ 10 റിമൈനിങ് ടേംസ് ഉണ്ട്, സെക്കൻഡ് പോളിനോമിയലിൽ ആരുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി ബ്ലാക്കായിട്ട് കാണിച്ചിരിക്കുകയാണ്, അതായത് അതിൻ്റെ അർത്ഥം ഇനി പെൻഡിങ് ആയിട്ട് റിമൈനിങ് ആയിട്ടുള്ള ബാക്കി വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്യേണ്ട, അതേപോലെ തന്നെ എടുത്ത് P3-ലോട്ട് സ്റ്റോർ ചെയ്യണം. ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ അഡീഷൻ നമുക്ക് നടക്കുന്നത്. ഇനി നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. പ്രോഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ പ്രോഗ്രാം ഇതാണ് നമ്മുടെ സം ഓഫ് 2 സ്പാർസ് പോളിനോമിയൽ യൂസിങ് അറേസ് എന്ന് പറഞ്ഞ പോളിനോമിയൽ ഇതാണ്, അത് പ്രോഗ്രാം ഇതാണ് സിയുടെ. അപ്പോൾ നമ്മൾ #stdio.h വെച്ചു, എന്നിട്ട് നമ്മൾ സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഇവിടെ വരുമ്പോൾ നമ്മളൊരു ഫംഗ്ഷനായിട്ട് എഴുതിയിരിക്കുവാണ്, ആഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുമായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം റൺ ചെയ്യുന്നത് മെയിൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. മെയിൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് ഇവിടെ നമുക്ക് കാണാം, നമ്മൾ 2 പോളിനോമിയലിനെ എടുത്തു വെച്ചിരിക്കുകയാണ്, 5x², 4x+2. രണ്ടാമത്തെ പോളിനോമിയലിനെയാണ് 5x+5 എന്നാണ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ പോളിനോമിയലിന്. അതാണ് ടേം എയും ടേം ബിയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കുന്ന, ഇതാണ് എളുപ്പം, ഇങ്ങനെ ഡിക്ലെയർ, ഇതാണ് പോളിനോമിയലിനെ ഡിക്ലെയർ ചെയ്യുന്ന രീതി കേട്ടോ. പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, സ്ട്രക്റ്റ് ടേം. ആ ടേം എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ടേം എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും കൂടെ വരുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടേമിൻ്റെ ഡിക്ലറേഷനാണ് ഇങ്ങനെ. എന്താണ് ടേം എ, എംപ്റ്റി പാരന്തസിസ് എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഈ 5 എന്ന് പറയുന്നത് ഇത് കണ്ടോ, കുറച്ച് ചെറിയ സബ്ബായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം 5 കോഎഫിഷ്യൻറ്റും 2 എക്സ്പോണൻറ്റും ആണ്. അതുപോലെ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന 4 എക്സ്പോണൻറ്റും കോഎഫിഷ്യൻറ്റും ആണ്. കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും ആണ്, തിരിച്ച് പറയണേ, കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും ആണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 5x+5 എന്നാണ് ഇതിനെ നിങ്ങൾ വായിക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് 2 പാരന്തസിസ് ഉണ്ട്, അത് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രക്ചറിനകത്തുള്ള കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും അങ്ങനെ 3 ടേമുണ്ട്. ബിക്കകത്താണെങ്കിൽ 2 ടേമേ ഉള്ളൂ, 5x+5. ഇനി നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മൂന്നാമതൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേര് റിസൾട്ട് എന്നാണ്. അവിടെ 10 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് 10 വരെ സ്റ്റോർ ചെയ്യാനുള്ള 10 സ്ട്രക്ചർ വേരിയബിൾസ് വരെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി നമ്മളവിടെ കൊടുത്തിരിക്കുകയാണ്. എയിലും ബിയിലും നമ്മൾ എംപ്റ്റി പാരന്തസിസ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നേരത്തെ പോളിനോമിയൽ അങ്ങ് കൊടുത്തേക്കുക, നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ റീഡ് ചെയ്യുന്നില്ല, കൺസോളിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുന്നില്ല. അതുപോലെ റിസൾട്ട് വരുമ്പോൾ റിസൾട്ടിന് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് റിസൾട്ട് എത്ര ടേംസ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 10 ടേം വരെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ k=0 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പോളിനോമിയലിനെ ആഡ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷനിലേക്ക് കൊടുത്തു.
അവിടെ ആരെയൊക്കെ പാസ് ചെയ്തു? എ എന്ന് പറയുന്ന പോളിനോമിയലിനെയും ബി എന്ന് പറയുന്ന പോളിനോമിയലിനെയും നമ്മൾ പാസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം 3 എന്നും 2 എന്നും കാണാം. 3 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോളിനോമിയലിലുള്ള 3 ടേംസും 2 എന്ന് പറയുന്നത് പോളിനോമിയൽ ബിയിലുള്ള 2 ടേംസുമാണ്. പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള അറയാണ്, അതായത് സ്ട്രക്ചർ അറയാണ്. നമ്മൾ അതിനെ ആഡ് പോളി എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് വിട്ടു. ഇനി ആഡ് പോളിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിനെ ഇവിടെ റിസീവ് ചെയ്യുന്നത്, അതായത് 2 പോളിനോമിയലിനെ റിസീവ് ചെയ്യാൻ ടേം എ ടേം ബി ഉണ്ട്, എമ്മും എന്നും എത്ര ടേംസ് വെച്ചുണ്ടെന്നുണ്ട്, റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ളതും അവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഈ വാല്യൂസ് എല്ലാം ഈ പാരാമീറ്റേഴ്സിലോട്ട് റീഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ 3 വേരിയബിൾസ് ഉണ്ട്, ഐയും ജെയും കെയും. അതിനെ എല്ലാത്തിനെയും നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. എന്തിനാണ് ഈ ഐയും ജെയും കെയും? ആ പോളിനോമിയലിലുള്ള ഓരോ ടേമിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഐ എമ്മിനെക്കാട്ടിയും ചെറുതായിരിക്കണം. എം എന്ന് പറയുന്നത് ഫസ്റ്റ് പോളിനോമിയലിലുള്ള എത്ര ടേംസ്, ജെ എൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോളിനോമിയലിലുള്ള നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ആദ്യത്തെ പോളിനോമിയലിലെ ടേംസും രണ്ടാമത്തെ പോളിനോമിയലിലെ ടേംസും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മളിത് വൈൽ ലൂപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യത്തെ പോളിനോമിയൽ നമ്മൾ നേരത്തെ ഞാനൊരു PDF അല്ലെങ്കിൽ ഒരു സ്ക്രീൻ നമ്മളൊരു PPT കാണിച്ചപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോളിനോമിയലിലെ ഫുൾ ടേംസും ആദ്യം സെക്കൻഡ് പോളിനോമിയലിലെ ഫുൾ ടേംസും ആദ്യമേ തന്നെ തീർന്നു പോയായിരുന്നു. പക്ഷെ നമ്മുടെ മറ്റേ പോളിനോമിയലിൽ റിമൈനിങ് ടേംസ് ഉണ്ടായിരുന്നു. ആ റിമൈനിങ് ടേംസിനെയും കൂടെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ലൂപ്പ് കൊടുത്താലാണ് വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് എമ്മും എന്നും. അതിനെ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യും. ഫസ്റ്റ് പോളിനോമിയലിലെ എക്സ്പോണൻറ്റും സെക്കൻഡ് പോളിനോമിയലിലെ എക്സ്പോണൻറ്റും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് വരിക. ഒന്നി ആ വാല്യൂ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ എയുടെ ഫസ്റ്റ് ടേമാണ് എയുടെ ടേമാണ് ഇപ്പോൾ ഗ്രേറ്റർ. എയുടെ ടേമാണ് ഗ്രേറ്റർ എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? എയുടെ എല്ലാ ടേംസും എടുത്ത് റിസൾട്ടിലേക്ക് വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എയിലെ ടേംസ് എടുത്ത് റിസൾട്ടിലേക്ക് വെച്ചു, എയുടെ ഫുൾ ടേം എടുത്ത് റിസൾട്ടിലേക്ക് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഐ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. അതല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്താ? ബിയുടെ ടേംസ് ആണ് വലുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിയുടെ വാല്യൂ എടുത്ത് റിസൾട്ടിലേക്ക് വെച്ചു. അതല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഈ ടേംസ് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? റിസൾട്ട്, അതായത് കെയുടെ എക്സ്പോണൻറ്റും ഇവിടെ സെപ്പറേറ്റ് എഴുതി കൊടുക്കണം. കാര്യം എന്താണ്? നമ്മൾ അവിടെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് എടുത്തു വെച്ചാൽ പോരാ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റിസൾട്ടിൻ്റെ കേത്ത് പൊസിഷൻ്റെ കോയിഫിഷ്യൻറ്റിലോട്ട് എയുടെ ഐത്ത് പൊസിഷനിലുള്ള കോയിഫിഷ്യൻറ്റും ബിയുടെ ജേത്ത് പൊസിഷനിലുള്ള കോയിഫിഷ്യൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് എടുത്ത് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് റിസൾട്ടിൻ്റെ എക്സ്പോണൻ്റ് എന്താ? ഒന്നിയിൽ എയുടെ എക്സ്പോണൻ്റ് അല്ലെങ്കിൽ ബിയുടെ എക്സ്പോണൻ്റ്. അപ്പം എയുടെ എക്സ്പോണൻ്റ് എടുത്ത് റിസൾട്ടിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇവിടെ ഇനി നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഫസ്റ്റ് ടേം ആദ്യം കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റിമൈനിങ് ടേംസ് ബിയിൽ പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ബിയിൽ ആദ്യമേ ടേംസ് കഴിഞ്ഞു, എയിൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ വൈൽ ഐ ലെസ് ദാൻ എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബിയുടെ ടേംസ് ഫുള്ള് തീർന്നു. ഫസ്റ്റ് പോളിനോമിയലാണല്ലോ ഐ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിനകത്ത് കുറച്ച് ടേംസ് പെൻഡിങ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ബാക്കിയുള്ള വാല്യൂസിനെ എടുത്ത് റിസൾട്ടിലേക്ക് ഇടണം. അതല്ല എന്നിട്ട് പ്ലസ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒരെണ്ണം ആയതുകൊണ്ടാണ് ഐ പ്ലസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഐയുടെ ടേമിലേക്ക് വാല്യൂവിനെ എടുത്തിടണം, എന്നിട്ട് ഐനെ പ്ലസ് ചെയ്യണം. അതുപോലെ മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ടേമിനകത്ത് പെൻഡിങ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ കേത്ത് ടേമിലേക്ക് ബിയുടെ ജേത്ത് ടേമിലെ വാല്യൂ എടുത്തിടണം. എന്നിട്ട് കെയും ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം, ജെയും ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് റിട്ടേൺ ചെയ്യണം? കെ റിട്ടേൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഐയുടെ, അതായത് കെയിലുള്ള ടേമിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അത് പോളി എന്ന് പറയുന്ന ടേമിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അതിവിടെ റിസൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചേക്കുവാണ്. ഇത് കണ്ടോ? ഡിസ്പ്ലേ റിസൾട്ടും കെയും കൂടെ നമ്മൾ പാസ് ചെയ്തു. കെ എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റിസൾട്ട് എങ്ങോട്ടേക്ക് പോയി സ്റ്റോർ ചെയ്യും? ഈ പോളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി സ്റ്റോർ ചെയ്യും. കെ എവിടെ പോയി സ്റ്റോർ ചെയ്യും? എൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി സ്റ്റോർ ചെയ്യും. എന്നിട്ട് റിസൾട്ട്
എവിടം വരെ പ്രിൻ്റ് ചെയ്യണം? ഐയുടെ വാല്യൂ 0 മുതൽ n വരെ. എന്തൊക്കെ പ്രിൻ്റ് ചെയ്യണം? കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും പ്രിൻ്റ് ചെയ്യണം. ഇനി ഇതിനെ നമുക്കൊന്ന് റീഡ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് ഇനി റൺ ചെയ്ത് നോക്കാം. ഇതിനെ ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഓൺലൈൻ കമ്പൈലറിലിട്ടിട്ട് റൺ ചെയ്ത് നോക്കാം. ഓൺലൈൻ കമ്പൈലർ ഒന്ന് വരട്ടെ. ഇതാണ് റിസൾട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പോളിനോമിയൽ ആദ്യമേ തന്നെ റീഡ് ചെയ്തു, അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് റീഡ് ചെയ്യുന്നില്ല, നമ്മൾ ആദ്യമേ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു.